ഇന്ന് നമ്മുടെ അടുത്ത് വന്നേക്കുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. ഇന്നോവ ക്രിസ്റ്റയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് ആയിട്ട് വന്നേക്കുന്നതാണ്. പക്ഷേ ഇഞ്ചക്ടർ അഴിക്കാൻ നോക്കിയിട്ട് നിലവിൽ ഇഞ്ചക്ടർ അഴിഞ്ഞ് പോകുന്നില്ല. 4ാമത്തെ ഇഞ്ചക്ടറാണ് നമുക്ക് അഴിക്കേണ്ടത്. 4ാമത്തെ ഇഞ്ചക്ടർ എന്ന് പറയുമ്പോൾ 1ാമത്തേൻ്റെ 2 നമ്മൾ അഴിക്കണമെങ്കിൽ നമുക്ക് അഴിക്കാം. 4ാമത്തേൻ്റെ അഴിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി പാടാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് 4ാമത്തെ ഇഞ്ചക്ടർ അഴിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പുള്ളർ വെച്ച് നമ്മൾ ഒരു സ്പെഷ്യൽ ടൂൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ മാക്സിമം ഇത് അഴിച്ചെടുക്കാൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ബാക്കി നമ്മൾ ഇഞ്ചക്ടർ നിന്ന് അഴിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇഞ്ചക്ടർ ക്രിസ്റ്റയുടെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഹൈഡ്രോളിക് പുള്ളർ വെച്ചിട്ടല്ല അഴിക്കണേ, നമ്മൾ മാനുവൽ പുള്ളർ വെച്ചിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിലൊരു പുള്ളർ ഉണ്ടാക്കിയിട്ട് നമ്മൾ അഴിച്ചെടുക്കുന്നതാണ്. അതായത് നമ്മൾ ചെയ്യണത് നിർത്തിയതാ പോണ്ടോ, ഇങ്ങനെയാണ് അഴിച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് അഴിക്കണതാണ്. ഇതാണ് അതിൻ്റെ നമ്മളൊരു പുള്ളർ ഉണ്ടാക്കിയിട്ട് ഒരു ഇതിലാണ് മാനുവലായിട്ട് അഴിക്കണതാണ്. ഇതാണ് മാനുവലായിട്ട് നമ്മൾ ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞ് പോരുന്നുണ്ട്. വളരെ സിമ്പിൾ മെത്തേഡിലും പവർഫുള്ളും ആയിട്ടാണ് നമ്മൾ അഴിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇഞ്ചക്ടർ അഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാനുവൽ പുള്ളർ വെച്ചിട്ട് നമ്മൾ അഴിക്കുന്നതാണ്. ഇത് നമ്മളെ പുള്ളർ വെച്ച് തന്നെ അടിച്ചൂരി. ഇത്രയും ഡസ്റ്റായിരുന്നു. അതായത് നോസിൻ്റെ സീറ്റിംഗ് വാഷ് കട്ടായി പോയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് കാർബൺ ഇറങ്ങി ഇതിനകത്ത് ഫുള്ള് സ്റ്റെക്കായിരുന്നു. അപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ഉള്ളിൽ കൂടെ ഇരിക്കുന്ന ഡസ്റ്റും കാര്യങ്ങളൊക്കെയാണിത്. അതുകൊണ്ടാണ് ഇഞ്ചക്ടർ നല്ല രീതിയിൽ ഇതായിപ്പോയത്, ടൈറ്റായിപ്പോയത്. ഇഞ്ചക്ടറിന് വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ അഴിച്ചെടുത്തതിനെ. എന്തായാലും ഇനി ബാക്കി ഇഞ്ചക്ടർ ക്ലീൻ ചെയ്ത് നമുക്ക് കയറ്റാം.